രണ്ടാമത് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ചയോട് കൂടിയിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിച്ചു, ഈ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ദിവസം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഡോക്ടർ വർഗീസ് വിളിക്കുന്നത്. എങ്ങനെ ഭരണം നാളെയിലേക്ക് ഒരു പ്രാവശ്യം ഭരണം അദ്ദേഹത്തിന്റെ വ്യാപകമില്ലാത്ത ഈ പ്രവർത്തന ശൈലി അല്ലെങ്കിൽ ഇത്രയും ആത്മാർത്ഥത കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം സംസാരിക്കണമെന്ന് തോന്നി ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. എനിക്കതിനു മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ കാണുന്ന രീതിയിലല്ല എത്തിയിരിക്കുന്നത്. അത് ഇപ്പോ ഈ നിലയിലിരിക്കുന്ന ആളുകളെല്ലാം ഈ അടുത്ത കാലഘട്ടത്തിൽ, അതായത് ഒരു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ പാർട്ടിയിലേക്ക് സജീവമായിട്ട് വന്നവരാണ്. അതിനു മുമ്പും അവർ ഈ പാർട്ടിയെ കുഴപ്പമുണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ സജീവമായിട്ട് രംഗത്തേക്ക് വന്നതും ചില ഉത്തരവാദിത്തത്തെ കൈവരുന്നതുമെല്ലാം ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിരുന്നു. അപ്പൊ അവർക്ക് ഈ പ്രസ്ഥാനത്തില് അല്ലെങ്കിൽ ഇതിന്റെ അടിത്തറ ചില അടിസ്ഥാന തത്വങ്ങളെ പറ്റി ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല. ഒന്ന്, നമുക്കറിയാം, സാധാരണ ഒരു ഇതുപോലൊരു മീറ്റിംഗ് നടന്നോ സ്വാഗത പ്രസംഗം, ആദ്യം സ്വാഗതത്തിന് കയറുന്ന ഒരാള് ആ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ആളുകളെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് അവരെ വിവരിച്ച് അവരെ പുകഴ്ത്തി ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് അവസാനം നന്ദി പറയുന്ന ആളും ഇത് തന്നെ, ഈ ഇരിക്കുന്നവരെ തന്നെ കോൺഗ്രസ് വീണ്ടും പറഞ്ഞ് അവരെ പുകഴ്ത്തി വലിയൊരു സംഭവമായിട്ട് കൊണ്ടുവരും. ഈ കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ്. സ്വാഗതം പറയുന്ന ആള് ആ വേദിയിലോ സദസ്സിലോ ഇരിക്കുന്ന ഒരാളെ പോലും പേരെടുത്ത് സംസാരിക്കാൻ പോലും പാടില്ല. സ്വാഗതത്തിന് ഒറ്റ വാക്കിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 30 സെക്കൻഡ് എടുക്കാമോ? അത് തന്നെയാണ് നന്ദി പറയുമ്പോൾ ഈ 30 സെക്കൻഡിനുള്ളിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇപ്പോ ഞാൻ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അപകടം തിരിച്ചറിഞ്ഞു. ഇതിലൊരു വഴിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അതിനൊരു സജ്ജീകരണം കണ്ടപ്പോഴാണ് ഞാൻ ഈ സൈനികളെ വളരെ കാണിച്ചത്. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയായിരുന്നു. ഞാൻ ഇന്നിപ്പോ നാളെയിൽ ആദ്യമായതുകൊണ്ടാണ് എന്നെ പരിചയമുള്ള ഞാൻ അറിഞ്ഞിരിക്കുന്ന മീറ്റിങ്ങുകളിൽ ഒരാള് ഏതെങ്കിലും മീറ്റിംഗ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരിരിക്കാതെ ഒരാൾക്ക് ഞാൻ മുന്നോട്ട് വയ്ക്കില്ല. അതിപ്പോ നിങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏത് മീറ്റിംഗുകൾ നോക്കിയാലും അറിയാം, എല്ലാവരും വളരെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോ ഞാൻ അവിടെ നിൽക്കും, ഇരിക്കാൻ പറയും. ഇരുന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. ഇനിയിപ്പോ തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റാൽ ഞാൻ അവിടെ തന്നെ നിൽക്കും, ഞാൻ പോകില്ല. ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക് പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. ഞാൻ ഈ പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നിടത്തും കാലം സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട്, നിങ്ങളുടെ ഒരുത്തരായിട്ട്, നിങ്ങളുടെ ഒരു സഹോദരനായിട്ട്, മകനായിട്ട്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ആ നിങ്ങളുടെ ഓരോരുത്തരെയും കുടുംബത്തിലെ ഒരു അംഗമായിട്ട് സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്കും ആ സ്വാതന്ത്ര്യം തന്നു അതുപോലെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്റെ മീറ്റിങ്ങുകളിൽ ഇവിടെ അധികം ആളുകളില്ല, പക്ഷെ എന്റെ മീറ്റിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് വലിയ വലിയ അമ്മച്ചിമാരാണ്. അതായത് തല നല്ല വെളുത്ത് ഒരു മുടി പോലും കറുത്ത മുടിയില്ലാത്ത അമ്മച്ചിമാര്.
അവരെല്ലാം എന്റെ അടുത്തേക്ക് എന്നെ കാണുമ്പോൾ ഓടി അടുത്തേക്ക് വരും, എന്നെ കെട്ടിപ്പിടിക്കും. അവരെ സംബന്ധിച്ച് സ്വന്തം മക്കളിൽ നിന്ന് പോലും കിട്ടാത്ത ഒരു സ്നേഹവും വാത്സല്യവുമാണ് എന്നിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾ ഏത് മീറ്റിങ്ങുകളുടെ വീഡിയോകൾ എടുത്തു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് നിങ്ങളെക്കാൾ സ്വത്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഒരു പടി അല്ലെങ്കിൽ പല പടികൾ ഉയർന്നതായിരിക്കാം. അറിവിന്റെ കാര്യത്തിലായാലും ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റിക്കണ്ട് ഇത്രയും കാലത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ എന്റെ മുന്നിലിരിക്കുന്ന, എന്റെ സൈഡിലിരിക്കുന്ന ആളുകൾ ഞാനുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര പറയും. ആ യാത്ര പറയുന്നതിന് മുമ്പ് നിങ്ങളും ഞാനും ഏതെങ്കിലും ആശുപത്രിയുടെ മുറിക്കുള്ളിലോ വരാന്തയിലോ ജനറൽവാർഡിലൊക്കെ കിടന്ന് സൈക്കിൾ ചവിട്ടുന്ന രംഗമുണ്ടാവും. പ്രായമായിട്ടുള്ള ആളുകൾ അസുഖം ബാധിച്ച് അവസാന കാലഘട്ടത്തിൽ കിടക്കുന്നത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. എന്റെ അച്ഛനും അമ്മയും എന്റെ അമ്മാവന്മാരും അമ്മായിമാരും എല്ലാവരും ആ വഴി കടന്നുപോയത് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ആളാണ്. ഇനി ഞങ്ങളുടെ എന്റെ അച്ഛന്റെ അമ്മയുടെ തലമുറയിൽ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ അമ്മയ്ക്ക് 3 ആങ്ങളമാര്, അവരുടെ ഭാര്യമാര്. എന്റെ അച്ഛന് 2 സഹോദരന്മാരും 2 സഹോദരിമാരും. അങ്ങനെ 18 പേരുണ്ടായതിൽ ഒരാൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഈ 17 പേരും ഇതേ രീതിയിൽ ഈ ലോകം വിട്ടുപോയത് ഞാൻ കണ്ട് നേരിട്ട് പല അവസരങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് എന്റെ അച്ഛനും അമ്മയും. എന്റെ അച്ഛൻ ഒരുപാട് അനുഭവിച്ചായി ലോകത്തോട് പോയത്. അവസാന കാലഘട്ടത്തില് നിങ്ങൾക്കറിയാം, ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി അടക്കം, കോടിയേരി ബാലകൃഷ്ണൻ ആയിക്കോട്ടെ, നമ്മുടെ പാണക്കാട് സിദ്ധാർത്ഥങ്ങളടക്കം ഒരുപാട് പേരെ അവരുടെ അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കിയ ആളാണ് എന്റെ അച്ഛൻ. പാണക്കാട് സിദ്ധാർത്ഥങ്ങള് ഏതാണ്ട് 35 ദിവസമാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ച് ചികിത്സ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാമല്ലോ എത്രത്തോളം ആ ചികിത്സയുടെ ശക്തിയുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ, കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ളവരായിക്കോട്ടെ, സിനിമാ നടന്മാരായിരുന്ന ആളുകൾ, അങ്ങനെ ഒട്ടനവധി ആളുകൾ. പക്ഷെ അദ്ദേഹത്തിന് അവസാനം ക്യാൻസർ പിടിപെട്ടു. അതിന് പ്രത്യേക കാരണവുമുണ്ട്. കാരണം ചെറുപ്പകാലത്ത് പഠിച്ച ദുശീലം, 13 വയസ്സിലെ ഈ ദിനേശ് ഗിരി വലിച്ചു. ഒരു ദിവസം 4-5 പാക്കറ്റ് വെച്ച് ഒഴിക്കുകയായിരുന്നു. അവസാനം ഹാർട്ട് അസുഖം വന്നു കഴിഞ്ഞപ്പോ ഓപ്പൺ ഹാർട്ട് ചെയ്തതിന് ശേഷമാണ് അത് നിർത്താനായിട്ട് എത്തിയത്. നമ്മുടെ ചികിത്സ നേടിയ ഒരാള് എവിടെ ഉണ്ട് വന്നിരുന്നു പറയുന്നു. അതാണ്. ഇനി അതില് ഞങ്ങളുടെ വീട്ടിലേക്ക് ചികിത്സയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ആ ആളുകളെ ഏത് രീതിയിലാണ് നമ്മൾ അവരെ ചികിത്സിക്കുന്നത്, അവർക്ക് കിട്ടുന്ന പരിഗണന എന്താണ്? ഇപ്പൊ ഇന്ന് നിങ്ങളൊക്കെ എന്നെ അറിയപ്പെടുന്ന വലിയൊരു വ്യവസായി. പക്ഷെ ഇന്നലെ എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ല. എന്റെ അച്ഛന്റെ അച്ഛൻ എന്ന് പറയുന്നത് അച്ഛന്റെ അച്ഛനും അമ്മയും, എന്റെ ഗ്രാൻഡ് പാരന്റ്സ്, അവര് നിങ്ങളെക്കാൾ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള, വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരാളായിരുന്നു.
അവരെയൊക്കെ ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. തോർത്തുകൊണ്ട് മാത്രം എടുത്ത് തോർത്തുകൊണ്ട് മറച്ചിട്ട് ജീവിച്ചിരുന്ന ഒരു പിതാവും മാതാവും. അപ്പൊ അങ്ങനെയുള്ള കുടുംബത്തിൽ ചെറുപ്പത്തിൽ മുതല് ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞ് ദാനം എന്താണെന്ന് അറിഞ്ഞ് വളർന്ന ഒരാളാണ് എന്റെ അച്ഛനും അമ്മയും. ആ അച്ഛന്റെ ദാനം കണ്ട് പഠിച്ച് ഈ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോർത്ത് ഇറങ്ങി തിരിച്ച മക്കളിൽ ഇളയാളാണ് ഞാൻ. എന്റെ മൂത്ത ഒരാളുണ്ട്. നിങ്ങൾ അധികം അദ്ദേഹത്തെ സ്റ്റേജിൽ കണ്ടു കാണില്ല. കാരണം അദ്ദേഹം ഒരു അധികം പബ്ലിക്കിൽ രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അല്പം ഒരു ഒതുങ്ങിയ സ്വഭാവമാണ്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി എല്ലാവരെയും കൂട്ടിയിണക്കി വലിയൊരു PR പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം നിങ്ങൾക്കറിയാം, ഈ കേരളത്തിലെ ഇടതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ നേതാക്കന്മാരുമായി ഇത്രയും ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്ന ഒരു കുടുംബം കേരളത്തിൽ ഉണ്ടാവുന്നതിന് സംശയം. കാരണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായാലും അപ്പൊ നമുക്കറിയാം, മരിച്ചുപോയ നമ്മുടെ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്ന ആള്, അദ്ദേഹവും എന്റെ ഫാദറും സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്ന ആളുകളാണ്. ആ റോഡിൽ കൂടി, അതൊക്കെ പെരുമ്പാവൂരുകാരനാണ്, അതിന്റെ മുന്നിൽ കൂടി പോകാൻ സാധിക്കും. അതിൽ പോയാൽ ആ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കാതെ പോകില്ലായിരുന്നു, പോകുന്ന ദിവസം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി സാറായിട്ട് 2005 മുതൽ 2020 വരെ വളരെ നല്ലൊരു ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ഏതാണ്ട് 15 വർഷമായിട്ട് ഒരു സഹോദരനെ പോലെ ഒരു മകനെ പോലെ എന്നെ കരുതിയിരുന്ന ഒരാളാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിട്ട് ഉമ്മൻചാണ്ടി സാർ, കോൺഗ്രസിന്റെ നമ്മുടെ ജോർജിന്റെ മാനേജർ. അപ്പോ ഞാൻ എത്രയോ തവണ രാത്രി ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് എന്നോട്, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയായി 2 കഴിഞ്ഞ് അധികാരം പോയി, രാത്രി നേരെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ. അപ്പൊ ട്രെയിൻ ലേറ്റായി 1:45 വരുന്നത്. ഞാൻ ഈ 1:45 വരെ അദ്ദേഹത്തിന്റെ പഠിക്കാൻ കിടക്കാൻ കാരണം ഞാൻ വന്ന് ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ വിളിക്കും, ഞാനത് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അങ്ങനെ 1:45 വന്ന് കാർപ്പുറച്ചിട്ട് കാറിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോയി വന്നു. സാബു ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ 1:45 മണിക്ക് ഞങ്ങള് അദ്ദേഹത്തിന്റെ മുറിയിൽ പോയി 1 മണിക്കൂറിൽ എന്നോട് സംസാരിച്ചിരുന്നു. അപ്പൊ അത്രമാത്രം ആത്മബന്ധം. TN ജേക്കബ് സാറ്, AM മാണി സാറ്, അപ്പോ ഇവരൊക്കെ ആയിട്ട് ഇത്രയും ബന്ധമുണ്ടായിരുന്ന ഒരാള് ഇന്ന് കമ്മ്യൂണിസ്റ്റിലായിക്കോട്ടെ കോൺഗ്രസിലായിക്കോട്ടെ ഏത് നേതാവുണ്ടായാലും എന്നെ അരിച്ച് കലക്കി അടിച്ച് കൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ച് തിന്നാനായിട്ടുള്ള ദേഷ്യമായിരുന്നു. അത്രമാത്രം ശത്രുതയും. കാരണം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ് പ്രശ്നം. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇവരൊക്കെ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ, ഈ നാടിനെ നശിപ്പിക്കുന്നത്, ജനങ്ങളെ ഉപദ്രവിക്കുന്നത് പരസ്യമായിട്ട് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും പലരും ഒന്നൊന്നായിട്ട് എന്നിൽ നിന്ന് അകന്നു. പതുക്കെ അത് എന്നെ എതിർക്കാൻ തുടങ്ങി. ഇപ്പോ വലിയ ശത്രുക്കളായി. ഇന്ന് കേരളത്തില് CPM-ന്റെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ എടുത്താൽ CPM-ന്റെ ശത്രു കോൺഗ്രസോ BJP അല്ല, 2020 അതുപോലെ കോൺഗ്രസിന്റെ ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരോ BJP അല്ല. അത്രമാത്രം ഭയക്കുന്ന സാഹചര്യത്തിലേക്ക് മാറി തെരഞ്ഞെടുപ്പോട് കൂടി. ഇന്ന് കുന്നത്തുനാട്ടില് 8 പഞ്ചായത്തില് 2020 മത്സരിക്കുന്നുണ്ട്. ഈ 8 പഞ്ചായത്തില് LDF എന്ന് പറയുന്നത് ഏതാണ്ട് 11 രാഷ്ട്രീയ പാർട്ടികൾ കൂടിയതാണ്. UDF 11 രാഷ്ട്രീയ പാർട്ടികൾ കൂടിയത്. അങ്ങനെ 28 രാഷ്ട്രീയ പാർട്ടി. SDPI, PDP,
വെൽഫെയർ പാർട്ടി. അങ്ങനെ 25 പാർട്ടികൾ ഒന്നിച്ചു നിന്നാണ് 2020 ഏറ്റുമുട്ടുന്നത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചാലക്കുടി MP, മാളയിലെ MP തന്നെയാണ്, അദ്ദേഹം ഒരു വാർത്താസമ്മേളനം നടത്തി. അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് കുന്നത്തുനാട് മുൻ MLA സജീന്ദ്രൻ, മറ്റ് സൈഡില് എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. അതായത് 1 മണിക്കൂർ ആ വാർത്താ സമ്മേളനം നീണ്ടുനിന്നു. ഈ 1 മണിക്കൂറും 2020 സ്ഥാപിച്ചത് ഒരക്ഷരം പോലും ഈ നാട് കെട്ടുപിടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പുള്ളി മിണ്ടിയില്ല. കേന്ദ്രം ഭരിക്കുന്ന BJPയെ പറ്റി അദ്ദേഹം മിണ്ടിയില്ല. ഈ സംസാരിച്ച് മുഴുവൻ സാബു ജേക്കബിനെയും 2020 പറ്റി മാത്രമാണ്. ഇനി അത് പോകട്ടെ, ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് CPM-ന്റെ എന്ന് പറയുമ്പോൾ ജില്ലാ സെക്രട്ടറിയാണ് ആ ജില്ല ഭരിക്കുന്നത്. അദ്ദേഹം 3 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു കുന്നത്തുനാട്ടിൽ വന്നു. ഏതാണ്ട് 40 മിനിറ്റോളം ഓരോ പ്രസംഗങ്ങളും നീണ്ടു നിന്നു എന്നുള്ളതാണ്. ഈ 3 പ്രസംഗങ്ങളിലും ഒരക്ഷരം പോലും കോൺഗ്രസിനെ പറ്റിയോ BJPയെ പറ്റി കിട്ടിയില്ല. 2020 മാത്രം. 2020 ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതെയാക്കുന്ന അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ അടുത്തിടെയായിട്ട് BJPയുടെ ഒരു പ്രസംഗം, BJP കുന്നത്തുനാട് മേഖലകളിലൊന്നും വലിയ പ്രസക്തി